ഇതിൽ നമ്മൾ വായിക്കുന്നത് ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? പുരുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. Praise the Lord, hallelujah. इसमें लिखा है क्या ही धन्य है वो पुरुष जो दुष्ट की युक्ति पर नहीं चलता, और लिखा है नीचे और नहीं पापियों के नाम पापियों के मार्ग में खड़ा होता और ना ठट्ठा करने वाले के मंडली में बैठता है. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ എന്ന് അതിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. हम सब लोग प्रभु के वचन को जानते हैं. നമ്മളെല്ലാവരും ഈ വചനം അറിയുന്നവരാണ്. क्योंकि ये बहुत इम्पोर्टेंट प्रभु का वचन है. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. इसमें हम अगर देखेंगे तो सेकुलर के हिसाब से हमको कुछ बातों को दिखाई देता है. सेकुलर ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകപരമായിട്ട് പല കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. क्योंकि आप और मैं जिस देश में अभी है ये तो सेकुलर देश है. നമ്മൾ ഈ താമസിക്കുന്ന കാലഘട്ടം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് നമുക്കറിയാം ഈ നമ്മൾ സാമൂഹികമായിട്ട് ജീവിക്കുന്നവരാണ്. भारत देश सेकुलरिज्म देश है. भारत देश धर्मनिरपेक्ष देश है. നമ്മുടെ ഈ ഭാരതം നമ്മുടെ രാജ്യമാണ്. तो इसमें आपके और मेरे कितने साथी हो सकते हैं? ഈ നമ്മുടെ ലോകത്തിൽ നമുക്ക് ഒത്തിരി നമുക്ക് പരിചയക്കാരുണ്ട്, നമ്മുടെ ആളുകളുണ്ട്.
मसीह परिवार को छोड़ करके दूसरा भी धर्म के लोग हमारे अपने अपने दोस्त भी है। ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവരല്ലാതെ തന്നെ ഒത്തിരി മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ടവര് മതസ്ഥരായിട്ടുള്ളവരൊക്കെ നമുക്ക് പരിചിതരും നമ്മുടെ കൂട്ടുകാരായിട്ടൊക്കെ ഉണ്ട്. जैसे कि मुस्लिम, हिंदू, जैन, सिख, बुद्धिस्ट, उनके साथ हमारे अभी भी एक अच्छा संबंध है. അതുപോലെ നമുക്കറിയാവുന്ന മുസ്ലിങ്ങൾ, ഹിന്ദുക്കളുണ്ട്, ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് ഉണ്ട്, അങ്ങനെ പല മതസ്ഥരായിട്ടുള്ള പരിചയക്കാർ നമുക്കുണ്ട്. क्योंकि जिस देश में हम हैं तो हम एक दूसरे के साथ संबंध रखना बहुत जरूरी है. നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. क्योंकि हम पढ़ रहे थे उस समय में हमारे बुद्धिस्ट और मुस्लिम और हिंदू दोस्त भी थे. നമ്മൾ പുറത്ത് ആയിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള അന്യമതസ്ഥരായിട്ടുള്ളവരും നമുക്ക് ഇടപഴകേണ്ടതായിട്ട് വരും. लेकिन हम अपने अपने को सावधान करने के द्वारा आज प्रभु के सेवा में इस्तेमाल कर रहे हैं. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വളരെ സാവധാനത്തോടെ അല്ലെങ്കിൽ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യം തുടരുവാനായിട്ട് സാധിക്കുന്നത്. क्योंकि इसमें लिखा है, पहला में लिखा है, वो ही धन्य है जो वो पुरुष जो दुष्टों की युक्ति पर नहीं चलता. ഒന്നാമത്തെ വാക്യത്തിന്റെ ആ പ്രാരംഭ ഭാഗത്ത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. इसमें 3 पॉइंट है. 3 പോയിന്റ് നമുക്ക് കാണുവാൻ സാധിക്കും. पहला है नहीं चलता. ഒന്നാമത്തെ കാര്യം നമ്മൾ നടക്കരുത്. दूसरा नंबर है खड़ा नहीं होता. രണ്ടാമത് നമ്മൾ നിൽക്കരുത്. और तीसरा है नहीं बैठता. മൂന്നാമത്തേതാണ് ഇരിക്കരുത്. तो समझ लेना हमारे जिंदगी कैसा आज तक चला. നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതം ഇതുവരെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. क्योंकि आपका और मेरे कितने दोस्त हैं जो अब प्रभु में नहीं है. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് കൂട്ടുകാരുണ്ട് മറ്റുള്ള മതസ്ഥരായിട്ടുള്ളവർ. फिर भी परमेश्वर के साथ आज आप और मैं कैसे जीवन बिता रहे हैं. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. इसमें लिखा है वो पुरुष धन्य है जो दुष्टों की युक्ति पर नहीं चलता. ഇവിടെ നമ്മൾ കാണുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്ത വ്യക്തി. Praise the Lord. ആമേൻ. तो समझ लेना आपका और मेरे दोस्त कितना है, लेकिन हम उनके जैसा हम कभी बिताया है क्या? നമ്മൾക്ക് എത്രത്തോളം ആളുകളുണ്ട് നമ്മൾ ഇടപഴകുന്നവര്, പക്ഷെ അവരെ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്. ऐसे भी लोग हैं कि उनके बीच में कभी भी अपने माँ बाप को धोखा नहीं दिया, मारपीट नहीं किया, दारू नहीं पीता होगा, सिगर नहीं खाता होगा, बीड़ी नहीं पीता होगा, दूसरे से गाली गलौज नहीं करता होगा. ऐसा भी है. മറ്റുള്ള പലരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും അതുപോലെ സിഗരറ്റ് വലിക്കാത്തവര്, കള്ളു കുടിക്കാത്തവര്, മറ്റുള്ള അങ്ങനെയുള്ള വഴികളിൽ നടക്കാത്ത, തെറ്റായ വഴികളിൽ നടക്കാത്ത പലരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. तो हम जानते कि वो जो चल रहा है वो सेकुलर है, लेकिन वो अच्छा है क्योंकि वो मतलब माँ बाप को या अपने किसी को धोखा नहीं दे रहा है. അവര് ലോകപരമായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, മാതാപിതാക്കൾക്ക് അവരെ ചതിക്കാതെ വഞ്ചിക്കാതെ ഒക്കെ, മറ്റുള്ളവരെ ചതിക്കാതെ വഞ്ചിക്കാതെ ഒക്കെ ജീവിക്കുന്നവരാണ്. എന്നതുകൊണ്ട് അവര് നല്ലവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. लेकिन फिर भी उनके पास उनके मन में परमेश्वर का पुत्र नहीं होने का कारण वो धार्मिक व्यक्ति नहीं बन रहे. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ യേശു ക്രിസ്തുവിനെ അറിയാത്തത് നിമിത്തമായിട്ട്, യേശുവിൻ വഴികളിലൂടെ അവർ നടക്കാത്തത് നിമിത്തമായിട്ട് അവർ ഒരിക്കലും നീതിമാന്മാരാകയില്ല. क्योंकि वो जो हमारे बाइबल में लिखा गया है, बाइबल में प्रभु का वचन कहता है कि अपने माता पिता का आदर करो, व्यभिचार ना करो, झूठ ना बोलो. हाँ, सच में वो झूठ नहीं बोलते, व्यभिचार नहीं करते हैं, दारू नहीं पीते हैं, मारपीट नहीं करते हैं. लेकिन ऐसा हमारा मसीह में भी है. लेकिन कितना हमारा मसीह में है जो अपने माँ बाप को कोसते हैं. നമുക്കറിയാം പലരും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യാത്തവരും കള്ളു കുടിക്കാത്തവരും മറ്റുള്ള തെറ്റായ വഴികളിൽ നടക്കാത്തവരുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ പോലും എന്നാൽ ഇങ്ങനെയുള്ള ചില തിന്മകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
तो प्यारे आशीषों, मेरे कहने का मतलब क्या है, जिस देश में, भारत देश में हम जीवन बिता रहे हैं, आपका और मेरे कई धर्म के लोग हो सकते हैं। നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ ഒത്തിരി മതങ്ങളിൽപ്പെട്ട മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ടവര് നമുക്ക് പരിചയക്കാരുണ്ടാവും, ജീവിക്കുന്നവരുണ്ട്. आप उनके साथ काम में जाते हैं, उनके साथ खाते हैं, पीते हैं, बैठते हैं, उठते हैं. അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അവരോട് കഴിക്കുന്നവരായിരിക്കാം, ഒരുമിച്ച് ഇടപഴകുന്നവരായിരിക്കാം. लेकिन प्रभु का वचन ये कहता है, धन्य वो है उनके साथ चलते हुए भी उनके मुताबिक नहीं चला. എന്നാൽ വചനം പറയുന്നത് എന്താണ്? അവരുടെ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ പോലും അവരുടേതായ ആ ചിന്താഗതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരല്ല എന്നുള്ളതാണ്. उसी व्यक्ति का धन्य व्यक्ति कहा जाता है. അങ്ങനെയുള്ളവരെയാണ് അതിൽ ഭാഗ്യവാന്മാർ എന്ന് വചനം പറയുന്നത്. धन्य व्यक्ति वो हो सकता है जिसको परमेश्वर नियंत्रण करता है. ആരാണ് അതിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ദൈവം ഹല്ലേലൂയ നിയന്ത്രിക്കുന്ന വ്യക്തി, ദൈവത്തിന്റെ നിയന്ത്രണ പ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് വചനം പറയുന്നത്. क्योंकि वो व्यक्ति धन्य है जो व्यक्ति पापियों के मंडली में खड़ा नहीं होता. അങ്ങനെയുള്ള ഹല്ലേലൂയ പാപികളുടെ സഭയിൽ നിൽക്കാത്ത വ്യക്തിയെയാണ് ഹല്ലേലൂയ ഭാഗ്യവാൻ എന്ന് വചനം പറയുന്നത്. अंत में वो कैसे जीवन बिता रहा है, चाहे जितनी भी कठिनाई और विपत्ति आने पर भी वो प्रभु को नहीं छोड़ा और उनके साथ जीवन नहीं बिताया, उसी को परमेश्वर धन्य कहता है. എത്രത്തോളം പ്രതിസന്ധിയും പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടുമാറാതെ ആ വഴികളിൽ തന്നെ നടക്കുന്ന ഒരു വ്യക്തിയെ നോക്കി വചനം പറയുകയാണ്, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. उसी व्यक्ति को परमेश्वर कहता है कि धर्मी का मार्ग. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്ന നീതിമാന്റെ വഴി. Praise the Lord. Praise the Lord. वही धर्मी का मार्ग है. അതാണ് നീതിമാന്റെ വഴി वो എന്നുള്ളത്. मार्ग से नहीं भटका, उसी परमेश्वर उसको कहता है कि तू धन्य है. ഹല്ലേലൂയ. അതേ വഴിയിലൂടെ, ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവരെ നോക്കി ദൈവം പറയുകയാണ്, നീ ഭാഗ്യവാനാണ്. क्योंकि हम इस देश में हैं, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ लेकिन सावधान रहना है. നമ്മൾ വളരെ അതിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. क्योंकि ये युग काली युग का समय है, काली युग का समय. ഇത് കലിയുഗത്തിന്റെ സമയമാണ്. इसलिए हम अपने आप को प्रभु के साथ संगति बनाए रखना ही बहुत जरूरी है. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. क्योंकि जैसे हम देखते हैं कि हनोक एक भविष्यवक्ता भी है. ഹാനോക്ക് ഒരു പ്രവാചകനും കൂടെയാണ്. क्योंकि हानोक जब 65 इयर्स हुआ, उसके बाद उसको बेटा जन्मा. നമുക്കറിയാം 65 വയസ്സ് കഴിഞ്ഞപ്പോൾ ഹാനോക്കിന് മക്കൾ ജനിച്ചു. उसके बाद परमेश्वर के साथ 300 साल चलते रहा. അതിനുശേഷമാണ് ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നത്. वो उसका परिवार था, उसका बेटा था. അവര് ഹാനോക്കിന്റെ കുടുംബമായിരുന്നു, അവര് മക്കളുണ്ടായിരുന്നു. एक परिवार होने के नाते उसका जिम्मेदारी था उनका बेटा बेटी का देखभाल करना, उसके लिए उनका पालन पोषण करना, खाना पीना सबका जुगाड़ करना उसका जिम्मेदारी था. फिर भी वो परमेश्वर के पीछे चला. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് ഹാനോക്കിന് മക്കളും ഉത്തരവാദിത്തങ്ങളും കുടുംബത്തെ പുലർത്തേണ്ടതായ ഒത്തിരി സാഹചര്യങ്ങളിലൂടെയാണ് ഹാനോക്ക് ജീവിച്ചതെന്നാൽ വചനം പറയുകയാണ്, അങ്ങനെയുള്ള എല്ലാം അഭിമുഖീകരിച്ചപ്പോഴും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. Praise the Lord, hallelujah. आज परमेश्वर आपको भी कहता है, आपका भी परिवार है, आपके बाल बच्चे हैं, उसको पढ़ाना है, उनको लिखाना है, उसके खर्चा भी देखना है. ये सब कुछ होते हुए भी हम परमेश्वर के साथ कैसे जीवन बिता रहे हैं, ये सबसे बड़ा बात है. Praise the ഇത് Lord. വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാര്, മക്കളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം പഠിപ്പിക്കണം, ചെലവുകളുണ്ട്. എന്നാൽ ഹാനോക്കിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രത്തോളം നമ്മൾ ആഴമായി ദൈവത്തോട് കൂടെ നടക്കുന്നവരാണ്. Praise the Lord, hallelujah. क्या हम हानोक के जैसे जीवन बिता रहे हैं? നമ്മൾ ഹാനോക്കിനെ പോലെ ജീവൻ നയിക്കുന്നവരാണോ? ജീവിതം Praise the Lord, നയിക്കുന്നവരാണോ? hallelujah. परमेश्वर उसी को धन्य कहता है, वो पुरुष जो पापियों के हालेलुया पापियों के मार्ग में नहीं चलता. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്, പാപികളുടെ വഴിയിൽ നടക്കാത്ത. Praise the Lord. Amen. आज आप और मैं भी हालेलुया हानोक के जैसे हम भी अपने परिवार को परमेश्वर के साथ लेके चलना है. Praise the Lord. നമ്മൾ ഓരോരുത്തരും ഹാനോക്കിനെ പോലെ കുടുംബ സമേതം ദൈവത്തിന്റെ വഴിയിൽ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. हम ये ना सोचे मेरे परिवार है क्या खाएंगे क्या पिएंगे. सच में ये हम सोचना है, फिर भी ये सारे बातों को परमेश्वर के पास
रख करके हम परमेश्वर का साथ जीना सीखना है। നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചിന്താകുലം ഉണ്ടായിരിക്കും. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. എന്നാൽ ഇതെല്ലാം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ, അഭേദ്യമായ ബന്ധത്തിൽ നാം മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ്. Praise the Lord. Hallelujah. आप सबको मालूम है प्यारे आशीष कि हालेलुया, आप सब लोग जानते हैं प्रभु का बच्चा जैसे कहता है कि 1 शमूएल 15 में लिखा है, जैसा हालेलुया शाऊल राजा परमेश्वर के बातों को ना मानने का कारण राजा होते हुए भी उसका राजगद्दी को छीना गया। നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശമൂവേലിന്റെ ഒന്നാമത്തെ 15ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. എന്താണ് ദൈവം ഹല്ലേലൂയ ശൗലിനെ തെരഞ്ഞെടുത്തതിനാൽ ദൈവത്തിന്റെ വചനപ്രകാരം നടക്കാത്ത നിമിത്തമായിട്ട്, അല്ലെങ്കിൽ അത് അനുസരിക്കാത്ത നിമിത്തമായിട്ട് രാജസ്ഥാനം അത് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. Praise the Lord. Hallelujah. परमेश्वर ही हालेलुया। हम देखते हैं दुष्ट का सोच और विचार कैसा है। हम जानते हैं कि हालेलुया परमेश्वर के चुने हुए राजा होते हुए भी परमेश्वर आखिरी में देखा और पछताया। Praise the Lord. Hallelujah. ദൈവം തെരഞ്ഞെടുത്ത രാജാവായിട്ട് പോലും ദൈവത്തിന്റെ വഴിയിൽ നടക്കാത്ത നിമിത്തമായിട്ട് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അദ്ദേഹം അത് തള്ളപ്പെടുവാനിടയായി തീർന്നു. परमेश्वर कहता है मैं इसको राजा बनाने से पछताया हूँ। ദൈവം പറയുകയാണ്, ഞാൻ ഈ ശൗലിനെ രാജാവായി തെരഞ്ഞെടുക്കുന്ന നിമിത്തമായിട്ട് ഞാൻ അനുഗമിക്കുകയാണ്. ये प्यारे आशीष हालेलुया, जैसा शाऊल को कहा ऐसा आप कर मुझे ना कहा दे। ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശൗലിനെ നോക്കി പറഞ്ഞതുപോലെ നമ്മളെ നോക്കി പറയുവാൻ ഇടവരരുതേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. हम इस अंतिम जी हालेलुया आगमन नजदीक है और हम जीवन बिता रहे हैं। हम अपने आप को हालेलुया प्रभु के हाथों में समर्पण करें। ഹല്ലേലൂയ. പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. Praise the Lord. Hallelujah. Praise the Lord. हम दूसरे के बातों को ना सुने। ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അത് പ്രകാരം ജീവിക്കുവാനല്ല. हालेलुया। उनके सोच के और विचार के अनुसार हम जीवन ना बिता। അവരുടെ ഹല്ലേലൂയ ചിന്താഗതി പ്രകാരം അവരുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാനല്ല. हालेलुया। हमारे काउंसलर है तो हालेलुया केवल यीशु मसीह ही है। നമ്മുടെ കൗൺസിലർ ഹല്ലേലൂയ കേവലം കർത്താവ് യേശു ക്രിസ്തു മാത്രമായിരിക്കും. उसका सिवाय दूसरा कोई भी नहीं हो सकता है। ഹല്ലേലൂയ. യേശു കർത്താവ് ഒഴികെ നമുക്ക് മറ്റാരുമില്ല. हालेलुया वही काउंसलर है, उसके बातों को हम सुने। ഹല്ലേലൂയ. നമ്മളെ നയിക്കുന്ന, നമുക്ക് ഹല്ലേലൂയ വഴികാട്ടി തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കർത്താവ്. हालेलुया उसके आवाज को हम सुने। ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കുകൾ കേട്ട് हम जीवन बिता നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനാണ്. और आपके और मेरे जीवन हालेलुया अंतिम में भलाई होगी। നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഫലം കായ്ക്കുവാനായിട്ട് ഇടയായി. आपके परिवार में भी फलम आएगी। हालेलुया നിങ്ങളുടെ കുടുംബത്തിലും അതിന്റേതായ വ്യത്യാസം കാണുവാനിടയായി. उस समय में हालेलुया फलता रहेगी। ഹല്ലേലൂയ. അത് സമയാസമയങ്ങളിൽ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. Praise the Lord. हालेलुया। Praise the Lord. जब हालेलुया हम कष्ट में जीवन बिताएंगे ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ उसी समय परमेश्वर हमारे दुआ को सुनेगा। ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരുന്ന ഒരു സർവശക്തനായ ദൈവം. हालेलुया। Praise the Lord. आयशा 30 का 21 में लिखा गया है। യെശയ്യാവിന്റെ പുസ്തകം 35ാം അധ്യായത്തിൽ 30 21 വായിക്കേ। ആശിയ യെശയ്യാവിന്റെ പുസ്തകം 30 30ാം അധ്യായത്തിൽ ഞങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേട്ടു. इसमें लिखा है, जब कभी तुम दाहिने या बाएं और मुड़ने लगे तब तुम्हारे पीछे से ये वचन तुम्हारे कानों में पड़ेगा, मार्ग यही है, इसी पर चलो। നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കും, ഇതാകുന്ന വഴി, ഇതിലെ പോയിക്കൊള്ളുക. वो परमेश्वर की आवाज होगा। അത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കും. जो वचन आपके और मेरे हाथों में है, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനം, ये प्रभु का वचन, ഇത് ഈ ഹല്ലേലൂയ ജീവനുള്ള വചനം, परमेश्वर के मुंह से निकले हुए जीवित वचन, ഈ ഹല്ലേലൂയ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ്. अगर इसको हम ध्यान करते दिन रात को तो ഹല്ലേലൂയ. ഈ വചനപ്രകാരം നമ്മൾ രാവും പകലും ദൈവവചനം ധ്യാനിക്കുന്നുവെങ്കിൽ, और इसको पालन करते हैं तो